നമസ്കാരം, TGS മീഡിയയിലേക്ക് സ്വാഗതം. കേരളം കാതോർക്കുന്ന, ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും പുതിയ വാർത്തകളുമായി ഞാൻ നിങ്ങളുടെ സുനിൽ തരകൻ. തൃശൂരിലെ മിന്നൽ കാറ്റും വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉത്തരവും അമേരിക്കയിലെ ആവേശ കൊടുമുടിയേറിയ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ വിശേഷങ്ങളും ഉൾപ്പെടെയുള്ള ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകളിലേക്ക്. തൃശൂരിൽ മിന്നൽ ചുഴലി, ലക്ഷങ്ങളുടെ നാശനഷ്ടം. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മിന്നൽ ചുഴലി വീശിയടിച്ചു. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിൽ വീടുകളുടെ മുകളിലെ ട്രസ് വർക്കുകൾ പൂർണ്ണമായി പറന്നുപോവുകയും വൻ മരങ്ങൾ കടപൊഴുകി വീഴുകയും ചെയ്തു. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതി ചാടിപ്പോയി. കുന്നംകുളത്ത് മക്കൾക്ക് ജ്യൂസിൽ എലിവിഷം കലർത്തി നൽകി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ശേഷം സ്വയം വിഷം കഴിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പ്രതി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നുകളഞ്ഞു. പ്രതിക്കായി പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള ഈഗോ ഫൈറ്റ് ഒടുവിൽ സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. വടക്കാഞ്ചേരിയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ജീപ്പിന് പിഴയിട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോൾ ഒളിവിലുമാണ്. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി പോലീസിന്റെ പട്രോളിംഗ് വാഹനത്തിന് നിയമലംഘനം ചൂണ്ടിക്കാട്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു പിഴയിട്ടിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ തമ്മിലുള്ള ഈ പരസ്യമായ പോര് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയുമായിരുന്നു. നഗരമധ്യത്തിൽ വൻ കഞ്ചാവ് വേട്ടയുമായി എക്സൈസ് സംഘം. വഞ്ചിക്കുളത്ത് വെച്ച് വൻ ലഹരി മരുന്ന് ശേഖരവുമായി 2 ഒഡീഷ സ്വദേശികളെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടിയിരിക്കുകയാണ്. 12 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വഞ്ചിക്കുളം പരിസരത്ത് എക്സൈസ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന 12 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. പ്രതികൾ ഒഡീഷ സ്വദേശികളാണ്. നിരാകർ നാഗ്, ശാന്താഗുലി എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലേക്ക് ഇത്രയും വലിയ ലഹരിമരുന്ന് ശേഖരം എത്തിച്ചതിന് പിന്നിൽ വൻ അന്തർ സംസ്ഥാന ലോബികളുണ്ടെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. തൃശൂർ ജില്ലയിൽ നിന്ന് നോവിക്കുന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. പെരുമ്പിലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആൽത്തറ കുടമുക്ക് സ്വദേശിയായ 33-കാരിയാണ് മരണപ്പെട്ടത്. മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. രാജ്യത്തെ ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കടുത്ത നിബന്ധനകളോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇനി മുതൽ വന്ദേമാതരം പാടുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. 6 ചരണങ്ങളും പൂർണ്ണമായി പാടണം. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച യഥാർത്ഥ കവിതയിലെ 6 ചരണങ്ങളും ഇനി മുതൽ പൂർണ്ണമായി ആലപിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശം. ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം പാടി അവസാനിപ്പിക്കുന്ന നിലവിലെ രീതി ഇതോടെ ഇല്ലാതാവുകയാണ്. സമയം കൃത്യമായി നിശ്ചയിച്ചിട്ടുമുണ്ട്. 6 ചരണങ്ങളും പൂർണ്ണമായി പാടുമ്പോൾ വന്ദേമാതരത്തിന്റെ ആകെ ദൈർഘ്യം 3 മിനിറ്റും 10 സെക്കൻഡുമായിരിക്കും. ദേശീയ ഗീതത്തിലെ പ്രതീകങ്ങളുടെ ആധികാരികത നിലനിർത്താനും രാജ്യവ്യാപകമായി ഏകീകരണം ഉറപ്പാക്കുവാനുമാണ് ഈ അടിയന്തര ഭേദഗതി എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ശമ്പളവുമില്ല. സ്കൂളുകളുടെ സുരക്ഷയിൽ കടുപ്പിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ കെട്ടിടങ്ങൾക്ക് കൃത്യമായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം തടയുവാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു. സ്കൂൾ തുറക്കാൻ വേണ്ടി മാത്രം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് താൽക്കാലിക സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച സ്കൂളുകൾ ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ CPM-ൽ യാതൊരു ഭിന്നതയുമില്ലെന്ന് മുതിർന്ന നേതാവ് AK ബാലൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. EP ജയരാജൻ ഉയർത്തിയ വിയോജിപ്പുകളെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് തനിക്കറിയില്ലെന്നായിരുന്നു ബാലന്റെ പ്രതികരണം. തുടർച്ചയായി കുതിച്ചുയർന്ന സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 360 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 1,05,840 രൂപയായി മാറി. ശബരിമലയിലെ തന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കണ്ഠര രാജീവ് ദേവസ്വം ബോർഡിന് കത്ത് നൽകി. ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. ലോക ഫുട്ബോളിൽ ഫ്രാൻസും സ്പെയിനും സെമിയിൽ കയറി. അമേരിക്കയിൽ ആവേശകരമായി പുരോഗമിക്കുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളിൽ വമ്പന്മാർ സെമിയിലേക്ക് യോഗ്യത നേടി. ഫ്രാൻസ് മൊറോക്കോ. ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസ് സെമിയിലെത്തി. സ്പെയിൻ ബെൽജിയം. ഇന്ന് പുലർച്ചെ നടന്ന വാശിയേറിയ മത്സരത്തിൽ ബെൽജിയത്തെ 1-2 ഗോളുകൾക്ക് വീഴ്ത്തി സ്പെയിനും സെമിയിൽ ടിക്കറ്റ് എടുത്തു. ഫാബിയാൻ റൂയിസ്, മൈക്കൽ മെറിനോ എന്നിവരാണ് സ്പെയിനായി ഗോളുകൾ നേടിയത്. ഇന്നത്തെ മത്സരങ്ങൾ ഇന്ന് രാത്രി നടക്കുന്ന മറ്റു ക്വാർട്ടർ ഫൈനലുകളിൽ
ഡിഫൻസ് ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയും നേരിടും. ലോകം മുഴുവൻ ഈ മത്സരങ്ങളുടെ ആവേശത്തിലുമാണ്. ഇനി രസകരമായ എന്നാൽ അല്പം ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയിലോടുകൂടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. പോലീസിനെ കണ്ട് അടുപ്പിലിട്ട കഞ്ചാവ്. പോലീസിനെ പേടിച്ച് കഞ്ചാവ് അടുപ്പിലിട്ട് കത്തിക്കുവാൻ നോക്കിയ യുവാവ് ഒടുവിൽ പുകഞ്ഞു ചാടിയ വാർത്തയാണ് അടുത്തത്. പോലീസുകാർ റെയ്ഡിന് വരുന്നത് കണ്ട് കഞ്ചാവ് പാക്കറ്റ് യുവാവ് നേരെ അടുപ്പിലെ തീയിലേക്കിട്ടു. പക്ഷേ പണിവാളി. വീട് മുഴുവൻ കഞ്ചാവ് പുക കൊണ്ട് നിറഞ്ഞു. പുക ശ്വസിച്ച് ബോധം കെട്ട അവസ്ഥയിലായ യുവാവിനെ പോലീസ് കൈയോടെ പൊക്കി. ബുദ്ധി വേറെ ലെവൽ തന്നെയല്ലേ? വിവരങ്ങൾ, വാർത്തകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി TGS മീഡിയയിലൂടെ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.